പ്രിയപ്പെട്ടവരെ, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ വി കെ സനോജും സംസ്ഥാന പ്രസിഡന്റ് വി വസീഫും എന്നോടൊപ്പം ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കർണാടകയിലെ ബുൾഡോസർ രാജ് നടന്ന സ്ഥലം സന്ദർശിക്കാൻ ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി തീരുമാനപ്രകാരം ഇന്നലെ ഞാൻ ഉൾപ്പെടെയുള്ളൊരു പ്രതിനിധി സംഘം സന്ദർശിച്ചിരുന്നു. ആ സന്ദർശിച്ചപ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത, കണ്ണിൽ ചോരയില്ലാത്ത ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനമാണ് അവിടെ നടന്നിരിക്കുന്നത്. തീരെ ദുർബലരായ മനുഷ്യർ തങ്ങളുടെ നിവർത്തിയില്ലായ്മയ്ക്കിടയിൽ നിന്ന് കെട്ടിയുയർത്തിയ, വർഷങ്ങളുടെ പാട്ടുപടലുകൾ കൊണ്ട് കെട്ടിയുയർത്തിയ കെട്ടിടങ്ങൾ സുപ്രീം കോടതിയുടെ എല്ലാ ഗൈഡ് ലൈനും ലംഘിച്ചുകൊണ്ട് കോൺഗ്രസ് സർക്കാർ ഇടിച്ചു തകർക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളുടെ എല്ലാം ഇപ്പൊ വിവരങ്ങൾ പുറത്തു വരുന്നു. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് പ്രതികരിക്കുന്നു. ഈ പ്രശ്നം കൂടുതൽ എസ്കലേറ്റ് ചെയ്യുന്നു വാർത്ത എന്ന നിലയിൽ. ആ പശ്ചാത്തലത്തിലാണ് പോയത്. മുൻപ് ഹരിയാനയിലെ നൂഹിൽ CPIM-ന്റെ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി സന്ദർശിച്ച വ്യക്തിപരമായ അനുഭവം എനിക്കുണ്ട്. അവിടെയും ബുൾഡോസർ രാജായിരുന്നു. അന്ന് ഹരിയാന ഹൈക്കോർട്ടാണ് അവസാനം ആ ബുൾഡോസർ രാജ് സ്റ്റോപ്പ് ചെയ്യുന്ന വിധം ശക്തമായ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കുന്നത്. ആ വിധിയിലൂടെയാണ് അവസാനം ആ സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞത്. അതിനുശേഷം ഹരിയാനയിലെ നൂഹ് സന്ദർശിച്ച വ്യക്തിപരമായ അനുഭവം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നിങ്ങളോട് വിശദീകരിക്കുന്നു. കർണാടകയിൽ ഇന്നലെ കോൺഗ്രസ് സർക്കാരിന്റെ കീഴിൽ കണ്ടത് സമാനതകളില്ലാത്ത ബുൾഡോസർ രാജാണ്. ഞാൻ അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. എന്താണ് അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി, എന്താണ് ഡേറ്റ, എന്താണ് കോൺഗ്രസ് സർക്കാർ നടത്തിയ ദുർബലരായ മനുഷ്യരുടെ മേൽ ബുൾഡോസറുകൾ കയറ്റി അയച്ചതിൻ്റെ നേർക്കാഴ്ചകൾ എന്താണ്? നിങ്ങളെ ഇവിടെ വെച്ചിരിക്കുന്ന ഈ സ്ക്രീനിലേക്ക് മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധ ഡിവൈഎഫ്ഐ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി സംഘത്തിൻ്റെ പരിശോധനയിൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ബുൾഡോസർ രാജ് നോക്കൂ, 2 കോളനികളാണ് ഈ കാണുന്ന. ഒന്ന് ഫക്കീർ കോളനിയാണ് ആദ്യം കാണുന്ന ദൃശ്യം. ഇപ്പോൾ ബുൾഡോസർ രാജിന് ശേഷമുള്ള ഫക്കീർ കോളനിയുടെ ഫോട്ടോയാണിത്. നിങ്ങളിത് കാണണം. ഈ കല്ലിൻ കഷണങ്ങളായി കൂടിക്കിടക്കുന്നത് മുഴുവനും കുറെ സാധുക്കളായ മനുഷ്യരുടെ വീടുകളായിരുന്നു. എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്നത് പോലുള്ള വീടുകൾ. നിങ്ങളുടെ വീടുകൾ, എൻ്റെ വീട് ഇതുപോലെ ഒരു കൂട്ടം കല്ലിൻ കഷണങ്ങളായി മാറുന്നത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? നിങ്ങൾ നോക്കണം. ഇത് ഫക്കീർ കോളനിയിലെ കാഴ്ചയാണ്. അടുത്തത് വസീം ലേ ഔട്ട്. ഇത് രണ്ടും ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. നിങ്ങൾ നോക്കൂ. ജനാധിപത്യ ഇന്ത്യയിലെ ഒരു കോൺഗ്രസ് സർക്കാരിന്റെ ഇടപെടലാണ്. കോൺഗ്രസ് സർക്കാർ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ കാഴ്ചയാണ്. കണ്ണു തുറന്ന് ഈ രാജ്യം ഇത് കാണട്ടെ. ഡിവൈഎഫ്ഐ ഈ രാജ്യത്തിന് വേണ്ടി ഇത് കാണിക്കുകയാണ്. നിങ്ങൾ നോക്കൂ. ഇവിടെ സംഭവിച്ചത് 20-ാം തീയതി, എൻ്റെ ഒരു ടൈം ലൈനിലേക്ക് പോവാണ്. 20-ാം തീയതി രാവിലെ 5 മണി, പുലർച്ചെ 5 മണിയാണ്. ഒരു നോട്ടീസ് പോലും നൽകാതെയാണ് 20-ാം തീയതി പുലർച്ചെ 5 മണിക്ക് നടപടിക്രമങ്ങളിലേക്ക് അവർ കടന്നത്. ഒരു ദിവസത്തെ നടപടിയാണ് നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്നത്. ഞാൻ ആ ദിവസം പൂർത്തിയാക്കിയിട്ട് അടുത്തതിലേക്ക് വരാം. 20-ാം തീയതിയിലെ പോലീസ് നടപടി, ഈ ഡിമോളിഷൻ നോട്ടീസ് നൽകിയില്ല. അതിരാവിലെ പോലീസ് ഇരച്ചെത്തുന്നു. ഗ്യാസ് കുറ്റി മാത്രം. അന്നത്തെ ആരോ മൊബൈലിൽ പകർത്തിയ വിഷ്വലാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇന്നലെ സംഘടിപ്പിച്ചത്. ആളുകളോട് സംസാരിച്ചിട്ട് ആ ഇടിച്ചു നിർത്തുന്ന സമയമാണ്. പുലർച്ചെ ബാംഗ്ലൂർ ഇപ്പൊ നല്ല ശൈത്യമാണ്. 4:30-5 മണി നേരത്ത് ബുൾഡോസറുകൾ കയറി ഗ്യാസ് കുറ്റി മാത്രം എടുത്ത് ഈ പോലീസ് ഓഫീസർമാർ എല്ലാ അകത്ത് ചെന്നു ഗ്യാസ് കുറ്റി എടുത്ത് പുറത്തു വെച്ചു. എല്ലാ വീട്ടിലും ഗ്യാസ് ഇല്ല, ഉള്ള വീട്ടിൽ നിന്ന് എടുത്ത് പുറത്തു വെച്ചു. എന്നിട്ട് പൊളിക്കായിരുന്നു. 3 മണിക്കൂർ കൊണ്ട് 2 കോളനികൾ സ്വതന്ത്ര ഇന്ത്യയിൽ ബുൾഡോസറുകൾ കയറ്റി ഇടിച്ചു നിരപ്പാക്കി. തീരുന്നില്ല.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കോൺഗ്രസിന്റെ ഈ ദുർബലരും മാർജിനലൈസ്ഡുമായ മനുഷ്യരോട്, ന്യൂനപക്ഷങ്ങളോട്, ദളിതരോട് കോൺഗ്രസിന്റെ നിലപാട്. ഈ സംഭവം എസ്കലേറ്റ് ചെയ്തതിനു ശേഷം 26 ഡിസംബർ ഫ്രൈഡേ, ഈ കഴിഞ്ഞ ദിവസമാണ്, ഞങ്ങൾ പോകുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ദിവസം, അന്ന് 26 വെള്ളിയാഴ്ച ഉച്ചനേരം തിരഞ്ഞെടുത്ത് വീണ്ടും അടുത്ത ഘട്ട ഒഴിപ്പിക്കൽ. അതായത് ഈ പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലത്തെ കല്ലിൻ കൂനകളിൽ തന്നെ ടാർപ്പ കുടിച്ചിട്ട് ഈ മനുഷ്യർ കിടക്കുകയാണല്ലോ അവിടെ. അവരെ പിന്നെയും അവിടെ നിന്ന് ഒഴിപ്പിച്ച് ആ സ്ഥലത്തിന്റെ പൊസഷൻ അതിർത്തി നിശ്ചയിച്ചെടുക്കാൻ വേണ്ടി 26 വെള്ളിയാഴ്ച 12:30 വീണ്ടും അറ്റംപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന ചില ദളിത് ഓർഗനൈസേഷൻസ്, ചില സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾ ആളുകളെ ചേർത്ത് ഹ്യൂമൻ ചെയിൻ ഉണ്ടാക്കി അവരെ പ്രതിരോധിക്കുന്നു. ഞാൻ അടുത്തതിലേക്ക് പോവാം. ആരാ അവിടുത്തെ MLA? നോക്കൂ നിങ്ങൾ, കർണാടക മന്ത്രിസഭയിലെ റവന്യൂ മിനിസ്റ്റർ കൃഷ്ണ ബൈരേഗൌഡയുടെ സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിയാണിത്. ഇന്നലെ ഞങ്ങൾ ചെല്ലുന്നത് വരെ, ഈ നിമിഷം വരെ എന്ന് പറയാം, സ്വന്തം മണ്ഡലത്തിലെ MLA, അവിടുത്തെ മന്ത്രി, റവന്യൂ മിനിസ്റ്റർ അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരുപക്ഷെ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്ത മനുഷ്യരുണ്ടാവും അതിൽ. കാര്യം അവർക്കെല്ലാവർക്കും വോട്ടർ ID ഉണ്ട്, റേഷൻ കാർഡ് ഉണ്ട്, ആധാർ കാർഡ് ഉണ്ട്. ഈ നിമിഷം വരെ നിങ്ങൾ ആലോചിക്കണം, ഇത് തകർന്നു കിടന്നതിന് ശേഷം കോൺഗ്രസിന്റെ എങ്ങനെയാണ് കണ്ണിൽ ചോരയില്ലാത്ത കോൺഗ്രസ് ദളിതരോടും മുസ്ലിം മതവിഭാഗങ്ങളോടും ക്രിസ്ത്യൻസിനോടും മതന്യൂനപക്ഷങ്ങളോടും മാർജിനലൈസ്ഡ് സെക്ഷനോടും എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? ഈ കൊടും ശൈത്യത്തിൽ കിടക്കുന്ന ഈ മനുഷ്യർക്കൊരു പുതപ്പ് കൊണ്ട് കൊടുക്കാൻ, അവർക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ ഇതുവരെ ഗവൺമെന്റിന്റെ 1 രൂപയുടെ ഫണ്ട് ചെലവാക്കിയിട്ടില്ല. അതായത് റീഹാബിലിറ്റേഷന് വേണ്ടി ഇപ്പോഴും സ്റ്റേറ്റ് ഗവൺമെന്റ് ഒന്നുമേ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അതിന്റെ ചില വിഷ്വൽസ് ആണ്, സോറി പോയി, നോക്കൂ, ഈ കാഴ്ച നോക്കൂ നിങ്ങൾ. ഈ കാഴ്ച ഞങ്ങൾ ഇന്ത്യയുടെ മുമ്പിൽ DYFI സമർപ്പിക്കുകയാണ്. കോൺഗ്രസ് സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മറുപടി പറയേണ്ട കാഴ്ചകളാണ്. DK ശിവകുമാറിന്റെയും സിദ്ധരാമയ്യയുടെയും നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ, നിങ്ങളും BJPയും തമ്മിലുള്ള വ്യത്യാസം പറ. ഹരിയാനയിലെ നൂഹിൽ, യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ, ആസാമിൽ, ഡൽഹിയിലെ ജഹാംഗീർപുരിയിൽ BJPയും സംഘപരിവാർ ഗവൺമെന്റുകളും ഭരണകൂടവും നടത്തിയതും നിങ്ങൾ നടത്തിയതും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വിശദീകരിച്ചു തരാമോ? നോക്കൂ, ഈ കാഴ്ചകൾ കാണൂ. വന്ധ്യവയോധികരായ മനുഷ്യർ, കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ. ഞാൻ ചില മനുഷ്യരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. പേര് ശ്രാവണി. ഇന്നലെ ഞങ്ങൾ കണ്ട വ്യക്തിയാണ് ശ്രാവണി. ഇടിഞ്ഞു പൊളിഞ്ഞ തന്റെ പഴയ വീടിന്റെ പുറകിൽ ആരോ വലിച്ചു കെട്ടിക്കൊടുത്തൊരു ചെറിയ നീല കളർ ടാർപോളിന്റെ ചുവട്ടിൽ 9 മാസം പ്രഗ്നന്റ് ആയൊരു വുമൺ ഇരിക്കുകയാണ്. സോണിയാഗാന്ധിയുടെ ശ്രദ്ധയിലേക്ക് ഈ കാഴ്ച കാണിക്കുകയാണ് ഞങ്ങൾ. പ്രിയങ്ക ഗാന്ധി ഇത് മറുപടി പറയണം. ഈ ശ്രാവണി പ്രിയങ്ക ഗാന്ധിയെ പോലെ ഒരു സ്ത്രീയാണ്. 9 മാസം പൂർണ്ണ ഗർഭിണിയായ ശ്രാവണി സ്വതന്ത്ര ഭാരതത്തിലെ കോൺഗ്രസ് സർക്കാരിന്റെ ദുർബലരായ മനുഷ്യരുടെ മേലുള്ള കടന്നുകയറ്റം നോക്കൂ. എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത 2 കല്യാണക്കത്തുകൾ, മനസ്സിൽ നിന്നും മാഞ്ഞു പോകാത്ത 2 കല്യാണക്കുറികൾ. ഒന്ന് സെയ്ദ് മുബാറക്, ജനുവരി മാസം 2-ാം തീയതി സെയ്ദ് മുബാറക്കിന്റെ കല്യാണമാണ്. ആ ചെറുപ്പക്കാരൻ വിതുമ്പലോടുകൂടി ഞങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചു, എന്റെ കല്യാണമായിരുന്നു വരുന്ന ജനുവരി മാസം 2-ന് പുതുവർഷത്തിൽ. സിദ്ധരാമയ്യ എന്ത് മറുപടിയാണ് പറയുന്നത്? കോൺഗ്രസ് രാജ്യത്തോട് എന്ത് മറുപടിയാണ് ഇവരോട് പറയുന്നത്? സെയ്ദ് മസ്താൻ എന്ന ഈ പാവം മനുഷ്യൻ ഖവാലി പാടി ജീവിക്കുന്ന മനുഷ്യനാണ്. ഫക്കീർ വിഭാഗം മുസ്ലിം തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന് ഖവാലി പാട്ടുകൾ പാടും. പള്ളിയുടെ എല്ലാം മുമ്പിൽ നിന്ന് ഖവാലി ഗാനങ്ങൾ. എന്നിട്ട് ആ ഖവാലി ഗാനങ്ങൾ കേട്ടിട്ട് അതിന് ആളുകൾ കൊടുക്കുന്ന കാശ്, ചെറിയ ചെറിയ നാണയത്തുട്ടുകൾ, അതുകൊണ്ട് ജീവിതം ചുരുക്കൂട്ടിയ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹമായിരുന്നു ജനുവരി മാസം 15-ാം തീയതി. നിറകണ്ണുകളോടുകൂടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. നോക്കൂ, മെഹബൂബി വർഷങ്ങളായി കിടപ്പ് രോഗിയാണ്. മെഹബൂബി ഹുസൈൻ ബാഷ കിടപ്പ് രോഗിയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതിനു സമാനമായൊരു കാഴ്ച നിങ്ങൾക്ക് വേറെ കാട്ടിത്തരാൻ കഴിയോ?
200ഓളം വീടുകൾ, 1000ഓളം വിക്ടിംസ്, എല്ലാവരും അശരണരായ മനുഷ്യർ. BJP സർക്കാരുകൾ എങ്ങനെയാണോ ദുർബലരുടെ മുകളിലേക്ക് കൊടുത്ത് ഈ ബുൾഡോസർ കയറ്റിയേക്കുന്നത്, അതേ ബുൾഡോസറുകൾ അവർ അയക്കുന്ന ഏതെല്ലാം വിഭാഗങ്ങൾക്ക് നേരെയാണോ അതേ ആളുകൾക്കെതിരെ എങ്ങനെയാണ് കോൺഗ്രസ് നയിക്കാൻ കഴിയുക? കോൺഗ്രസ് പറയുന്നു ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ആണെന്ന്. എങ്കിൽ പല ക്വസ്റ്റ്യൻ ഉയരും. ഒന്നാമത്തെ വാദം, അത് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ അല്ല. ഇവിടെ പ്രവർത്തിക്കുന്ന സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾ, നേരത്തെ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾ മുഴുവൻ പേരുമായിട്ട് ഞാൻ ഇന്നലെ സംസാരിച്ചു. അവരുടെ കയ്യിൽ മുഴുവൻ ഡേറ്റയുണ്ട്. അവർ ഈ ലാൻഡിന്റെ സർവേ നടപടി നേരത്തെ എടുത്തിട്ടുണ്ട്. അവരുടെ സർവേ പ്രകാരം മുഴുവൻ പേരുടെ കയ്യിലും ലാൻഡ് ഡോക്യുമെന്റ് ഉണ്ട്. അത് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ അല്ല. നമ്പർ 1. നമ്പർ 2, അവരുടെ മുഴുവൻ പേരുടെ കയ്യിലും ഞങ്ങൾക്ക് തന്നെ നേരിട്ട് ബോധ്യപ്പെട്ടതാണ് വോട്ടർ ഐ ഡി, ആധാർ കാർഡ്, എല്ലാ സംവിധാനവും, റേഷൻ കാർഡ് ഉണ്ട്. അവർ ഇന്ത്യൻ സിറ്റിസൺസ് ആണ്. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇനി അവരുടെ വാദം ശരിവച്ചാൽ തന്നെ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശമുണ്ട്. അത് മറികടന്ന് എങ്ങനെയാണ് ഒരു വെളുപ്പാൻ കാലത്ത് ബുൾഡോസറുകൾ കയറ്റി മനുഷ്യരെ ഇടിച്ചു നിരത്തുക? റീഹാബിലിറ്റേഷനെ കുറിച്ച് എന്തായിരുന്നു ഗവൺമെന്റിന്റെ പദ്ധതി? ഗവൺമെന്റ് വിശദീകരിക്കണ്ടേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ തിരിച്ചോദിക്കുകയാണ്. ബാംഗ്ലൂർ എന്ന മഹാനഗരത്തിൽ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ഒതുക്കിയത്രേ. ഈ ഇല്ലീഗൽ കൺസ്ട്രക്ഷനേ ഉള്ളൂ ബാംഗ്ലൂരിൽ പ്രിവിലേജ്ഡ് ഗ്രൂപ്പുകൾ കയ്യിൽ വെച്ചിരിക്കുന്ന, സാമ്പത്തികമായും സാമൂഹ്യമായും ശബ്ദമുള്ളവർ കയ്യിൽ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വൻകിട കെട്ടിടത്തിന്റെ നേർക്ക് ഒരു ബുൾഡോസർ പറഞ്ഞയക്കാൻ സിദ്ധരാമയ്യക്ക് കഴിയോ? കോൺഗ്രസിന് കഴിയോ? എന്തുകൊണ്ട് ഈ ദുർബലരായ മനുഷ്യരുടെ അടുത്തേക്ക് അയച്ചു? ഈ പ്രശ്നം ആരും അറിയാതെ അവസാനിച്ചു പോകുമായിരുന്നു. ഇന്നലെ ആ മനുഷ്യർ തൊഴുകൈകളോടെ നന്ദി രേഖപ്പെടുത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും കേരളത്തിനുമാണ്. സഖാവ് പിണറായി വിജയനാണ്. ആ ദുർബലരായ മനുഷ്യർ, അവിടുത്തെ ആക്ടിവിസ്റ്റുകൾ, കേരളത്തിന്റെ CM ഇത് പറയുന്നത് വരെ ഈ കാഴ്ചകൾ കാണാൻ, പകർത്താൻ ഒരൊറ്റ കൺവെൻഷണൽ മാധ്യമങ്ങൾ അങ്ങോട്ട് പോയിരുന്നില്ല. ആരും തിരിഞ്ഞു നോക്കിയിരുന്നില്ല. കന്നഡയിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു ഗവൺമെന്റ് ഓഫീഷ്യൽസ് പ്രതികരിച്ചിരുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ സന്തോഷമുണ്ട്. ഇന്നലെ ശ്രീ DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കേണ്ടി വന്നു. AICCക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചോദിക്കാൻ നിർബന്ധിതമായി. ഇപ്പോൾ അവിടേക്ക് മാധ്യമങ്ങൾ എത്താൻ തുടങ്ങി. ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ ചില മാധ്യമങ്ങൾ അവിടെ എത്തി. അവിടെ നിന്ന് എന്നെ ഇന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നു. അവിടെ എത്തി, ഗ്രൗണ്ടിലേക്ക് എത്തി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും CPIM ഈ പ്രശ്നം ഉന്നയിച്ചില്ലായിരുന്നുവെങ്കിൽ, DYFIയുടെ ഇടപെടലില്ലെങ്കിൽ, ഞാൻ ചോദിക്കുന്നു, ഇതാരും അറിയാതെ പോകില്ല ഈ കാഴ്ചകൾ? എന്ത് ജസ്റ്റിഫിക്കേഷൻ ആണ് കോൺഗ്രസിന് പറയാനുള്ളത്? യോഗി ആദിത്യനാഥിന്റെ പ്രതിരൂപമായി എങ്ങനെയാണ് സിദ്ധരാമയ്യക്ക് മാറാൻ കഴിയുക? ഗണഗീതം പാടുന്നതിൽ അഭിമാനിക്കുന്ന DK ശിവകുമാർ നയിക്കുന്ന കോൺഗ്രസ് ആണ് കർണാടകയിലെ കോൺഗ്രസ്. എവിടെ പ്രിയങ്ക ഗാന്ധി? എവിടെ സോണിയാഗാന്ധി? സർവോപരി കർണാടക കോൺഗ്രസിന്റെ ഇലയനങ്ങണമെങ്കിൽ അറിയേണ്ട KC വേണുഗോപാലിന്റെ ശബ്ദം എവിടെ? KC വേണുഗോപാൽ ഒന്നും അറിഞ്ഞില്ലെന്നാണോ? ഒരക്ഷരം ഉണ്ടാറുണ്ടോ? DYFIയുടെ പ്രതിനിധി സംഘം ഇന്നലെ സന്ദർശിച്ചു. രാജ്യത്തിന്റെ മുമ്പിൽ ഞങ്ങളുടെ വിവരങ്ങൾ, ഞങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ കാണിക്കുകയാണ്. അതുകൊണ്ട് DYFIയുടെ കേരള സംസ്ഥാന ഘടകം, അതിന്റെ നേതൃത്വം രണ്ടുപേരും, വസീഫും സനോജും എൻ്റെ അരികിലുണ്ട്. അവർ ഇത് സംബന്ധിച്ച് കേരളത്തിൽ നടത്താൻ പോകുന്ന ചില ക്യാമ്പയിനുകളെ സംബന്ധിച്ച് വിശദീകരിക്കും. കർണാടകയിൽ DYFIയുടെ സംസ്ഥാന നേതൃയോഗം ഇന്നലെ തന്നെ അവിടെ ചേർന്നിരുന്നു. അവിടെ ഞങ്ങൾ ശക്തമായ പ്രതികരണങ്ങൾ അവിടെ ഉയർത്തിക്കൊണ്ടുവരാനും ഇരകൾക്കൊപ്പം എപ്പോഴും നിൽക്കാനും, ചെറിയ പുതപ്പ് പോലും എടുക്കാനില്ല പാവങ്ങൾക്ക്, ചില സന്നദ്ധ സംഘടനകളാണ് അതെല്ലാം കൊടുത്തു നിൽക്കുന്നത്. നല്ല മനുഷ്യർ, അവർ മാത്രമാണ് അവർ സഹായിക്കുന്നത്. അപ്പോൾ അവിടെ അവരെ സഹായം എത്തിക്കുന്നതിനും അവരെ ചേർത്ത് നിർത്തുന്നതിനും റീഹാബിലിറ്റേഷൻ പൂർത്തീകരിക്കപ്പെടുന്നത് വരെ, അവർക്ക് അവരുടെ ഭൂമി തിരിച്ചു കിട്ടുന്നത് വരെയുള്ള പോരാട്ടങ്ങളിൽ അവർക്കൊപ്പം ഐക്യദാർഢ്യപ്പെടണ ബന്ധം DYFI കർണാടക ഘടകം തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യത്തെമ്പാടും ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കേരള DYFI സംസ്ഥാന സെക്രട്ടറി ഇത് സംബന്ധിച്ച് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വിശദീകരിക്കും. കർണാടകയിലെ ബുൾഡോസർ രാജിന്റെ ഒരു നേർചിത്രമാണ് DYFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷനും രാജ്യസഭാ അംഗവുമായിട്ടുള്ള റഹീം സഖാവ് ഇവിടെ വിശദീകരിച്ചത്. ഇവിടെ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ കാണിച്ച
അങ്ങേയറ്റത്തെ അവഗണന രാജ്യത്തിപ്പോ ചർച്ചയായിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും ഇത്തരം കാര്യങ്ങളോട് ചില ആളുകൾ കാണിക്കുന്ന അങ്ങേയറ്റത്തെ അവഗണനയും ഈ വാർത്തകൾ തമസ്കരിക്കാനുള്ള ചില ഇടപെടലുകളും നമ്മൾ കണ്ടതാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ, ചില ഇടങ്ങളിൽ മാധ്യമങ്ങൾക്ക് ഇത്തരമല്ല ചില കാര്യങ്ങൾ പർവ്വതീകരിക്കാൻ കാണിക്കുന്ന ആവേശവും നമ്മൾ കണ്ടു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായിരുന്നു നമ്മുടെ കേരള സംസ്ഥാന ഗവൺമെന്റ് അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനം ഇവിടെ നടത്തിയത്. ഇതുപോലെ ചേരികളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഫ്ളാറ്റുകൾ നിർമ്മിച്ചു കൊടുത്തു. ചേരികളിൽ താമസിക്കുന്ന ആരോരുമില്ലാത്ത ആളുകൾക്ക് ഭക്ഷണം അവർക്ക് ഉണ്ടാക്കി കൊണ്ടു കൊടുത്തു, അവർക്ക് ജോലി കൊടുത്തു. ഇത്ര ആളുകൾ ഇങ്ങനെ ജീവിക്കുന്നു എന്ന് സർവേ നടത്തി കണ്ടെത്തി. ആ പ്രഖ്യാപനം നടത്തിയിട്ടുള്ള ദിവസം കേരളത്തിൽ ചില മാധ്യമങ്ങൾ കാണിച്ചിട്ടുള്ള വെപ്രാളവും അതിനെ തമസ്കരിക്കാൻ, അത് തട്ടിപ്പാണെന്ന് വരുത്തീർക്കാനൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വല്ലാത്ത വ്യഗ്രത ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ വ്യഗ്രത കാട്ടിയിട്ടുള്ള മാധ്യമങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇത്രമാത്രം ക്രൂരത നടപ്പാക്കുമ്പോൾ ഈ നിലയിൽ വാർത്തകൾ തമസ്കരിക്കുന്നു എന്ന ഒരു സംശയം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. അതുകൊണ്ട് കർണാടകയിലെ കോൺഗ്രസിനെ, രാജ്യത്തെ കോൺഗ്രസിനെ കൂടുതൽ തുറന്നു കാട്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഞ്ജയ് ഗാന്ധിയുടെ കാലത്ത് നടത്തിയിട്ടുള്ള ഇതുപോലെയുള്ള ഓപ്പറേഷൻ നമ്മൾ മറന്നിട്ടില്ല. കേരളത്തിൽ ഏതെങ്കിലും ഒരു വീടിന് ജപ്തി നോട്ടീസ് ആണെങ്കിൽ ഒരുപക്ഷെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന മാധ്യമ ചർച്ചയും വൈകുന്നേരങ്ങളിലെ ഇരുട്ടുമുറി ചർച്ചയെല്ലാം നമ്മൾ കാണുമായിരുന്നു. പക്ഷെ ഇതിപ്പോ കേരളമല്ലല്ലോ, കർണാടകയായതുകൊണ്ട്, പ്രത്യേകിച്ച് അവിടെ ഭരിക്കുന്ന കോൺഗ്രസ് ആയതുകൊണ്ട് അതൊന്നും വേണ്ടതില്ല എന്ന രൂപത്തിലാണ് ചില ആളുകൾ ഇത്തരം കാര്യങ്ങളെ കാണുന്നത്. അതുകൊണ്ട് ആര് തന്നെ അവഗണിച്ചാലും സോഷ്യൽ മീഡിയയും ജനങ്ങളെയാകെയും അണിനിരത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ ഈ കോൺഗ്രസിന്റെ യോഗി ആദിത്യനാഥിനോട് കിടപിടിക്കുന്ന ബുൾഡോസർ രാജ് നടപ്പാക്കുന്ന ഈ രാഷ്ട്രീയ വഞ്ചനക്കെതിരെ, ഈ ജനവിരുദ്ധ സമീപനത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും ഇടപെടലും ഡിവൈഎഫ്ഐ നടത്തും എന്നാണ് പ്രഖ്യാപിക്കാറുള്ളത്. കേരളത്തിൽ നാളെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മാധ്യമങ്ങൾ തമസ്കരിച്ച ഈ വാർത്തകൾ, ഈ ചിത്രങ്ങൾ ഞങ്ങൾ പ്രദർശിപ്പിക്കും. അതിശക്തമായിട്ടുള്ള യുവജന പ്രതിഷേധം ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരും. നേർസാക്ഷ്യം, കർണാടകയിലെ ബുൾഡോസറിന്റെ നേർസാക്ഷ്യം എന്ന പേരിൽ, കർണാടകയിലെ ബുൾഡോസർ രാജിന്റെ നേർസാക്ഷ്യം എന്ന പേരിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കും. നാളെ 14 ജില്ലാ കേന്ദ്രങ്ങളിലും കർണാടക സർക്കാരിന്റെ ബുൾഡോസറിന്റെ നേർസാക്ഷികൾ വളരെ കൃത്യമായി അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് ഉദ്ദേശിക്കുന്നത്. പ്രതിഷേധ യോഗം ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് കർണാടകയിലെ കോൺഗ്രസിന്റെ ഈ നെറികെട്ട സമീപനം തുറന്നു കാട്ടും എന്നാണ് ഇവിടെ പ്രഖ്യാപിക്കാനുള്ളത്. തുടർന്നുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്തുടനീളം അതിശക്തമായിട്ടുള്ള യുവജന പ്രതിഷേധത്തിന് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കും. ചോദിക്കേണ്ടതില്ലോ. അല്ല, ഇതിപ്പോ ഒരു രാജ്യവ്യാപക ക്യാമ്പയിനുമായിട്ടുള്ളത് കോൺഗ്രസിന്റെ ഭാഗത്ത് എന്താണ് ഒരു പ്രതികരണം? കാരണം തീർച്ചയായിട്ടും പാർലമെന്റിൽ ഒന്നിച്ചു പ്രതികരണം അവരുടെ ഭാഗത്തുണ്ടായി. ഇന്നലെ KCയോട് പറയുന്നത് തിരുത്തും എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കെ സിയുടെ തിരുത്തൽ കേട്ടു. ഇന്നലെ ഒരു സാധനം വന്നു. ഞാൻ പറഞ്ഞത് ഇതുവരെ എവിടെയായിരുന്നു? കേരളത്തിലെ എന്ത് തിരുത്താനാണിത്? കോൺഗ്രസിന് ഇത്തരം പ്രവണതകളോട് പണ്ടേ ഇങ്ങനെയാണ്. ഇപ്പോൾ ഹരിയാനയിലെ നൂഹ് ഞാൻ ഓർമ്മിക്കുകയാണ്. അവിടെ CPIM പ്രതിനിധി സംഘത്തെ അയച്ചു. CPI പ്രതിനിധി സംഘം പോയി. അന്ന് ശ്രീ ബിനോയ് വിശ്വമാണെന്ന് MP ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണത് പോയത്, എനിക്ക് ഓർമ്മയുണ്ട്. മുസ്ലിം ലീഗ് എന്ന പ്രതിനിധി സംഘത്തെ അയച്ചു. ഹരിയാനയിലെ നൂഹിലേക്ക് ബുൾഡോസർ രാജിന്റെ അടുത്തേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയക്കാനെന്ന് കോൺഗ്രസ് തയ്യാറായില്ല. ഡൽഹിയിലെ ജഹാംഗീർപുരിയിൽ ഈ AICC ആസ്ഥാനം ഇരിക്കുന്ന ഇവരുടെ എല്ലാം തൊട്ട് മുമ്പിലാണ്. ശ്രീ KC വേണുഗോപാലെല്ലാം രാവിലെ നടക്കാനിറങ്ങുന്നതിന്റെ അരികിലാണ്. ആ ജഹാംഗീർപുരിയിലെ ഇതുപോലെ മുസ്ലിം ജനവിഭാഗത്തെയാണ് അവിടെ കുടിയൊഴിപ്പിച്ചത്. അവിടുത്തെ ഈ പറയുന്ന ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ എന്ന പേരിൽ
ആ ബുൾഡോസർ രാജ് അവിടെ നടക്കുമ്പോൾ, ഡൽഹിയിൽ നടക്കുമ്പോൾ, ആ ബുൾഡോസർ രാജിന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് കോൺഗ്രസ് തടയാൻ പോയോ? ബൃന്ദാക്കാരായിട്ടല്ലേ പോയത്? ഇപ്പൊ രാജ്യത്തെ എല്ലായിടങ്ങളിലും ഇത്തരം കാര്യങ്ങളോട്, ബുൾഡോസർ രാജിനോട് കോൺഗ്രസ് എടുക്കുന്ന സമീപനം എന്ത് എന്നുള്ളത് കൂടി കാണണം. ഞങ്ങൾക്ക് കോൺഗ്രസിനെ തുറന്നു കാണിക്കാൻ യാതൊരു മടിയില്ല. ഈ ബുൾഡോസർ രാജ് എവിടെ നടന്നാലും അത് ആന്റി കോൺസ്റ്റിറ്റ്യൂഷനിലാണ്, ഭരണഘടനാ വിരുദ്ധാണ്, ജനാധിപത്യ വിരുദ്ധാണ്, മനുഷ്യത്വ വിരുദ്ധാണ്. അത് ഒരു മനുഷ്യനെതിരെയും ഇന്ത്യയിൽ നടക്കാൻ പാടില്ല. ആധുനിക ജനാധിപത്യത്തിന് അത് ഭൂഷണമല്ല. ഒരാൾക്കെതിരെയും ബുൾഡോസറുകൾ കയറാൻ പാടില്ല. അപ്പോൾ അത് കോൺഗ്രസ് സർക്കാർ നടത്തുന്നു, അതാ പ്രശ്നം. അപ്പോൾ ഇവരും അവരും തമ്മിലെ വ്യത്യാസം എന്ന് പറഞ്ഞു തന്നാൽ മതി, അവർ തന്നെ. ഈ BJP ഭരണത്തിൽ വന്ന ശേഷം ഈ ചരിത്രങ്ങളെ ഉളച്ചൊടിക്കുന്നു, ബിംബങ്ങളെയൊക്കെ തമസ്കരിക്കുന്നു എന്ന വിമർശനം കോൺഗ്രസ് വരുത്തുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ പാറശാല ബ്ലോക്ക് പഞ്ചായത്തിൽ അധികാരമേറ്റപ്പോ അവിടെ VS-ന്റെ സ്മാരക ഹാളിൽ സ്മാരക ഹാളെന്ന പേരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കയറി അത് പൂർണ്ണമായി നശിപ്പിച്ച ശേഷം, അത് ആദ്യം സത്യപ്രതിജ്ഞയ്ക്ക് അതുണ്ടായിരുന്നു, അതിനുശേഷം അധികാരത്തിന് മുഴുവൻ മാറ്റി VS-ന്റെ ചിത്രം അടക്കം എടുത്ത് മാറ്റി. വലിയ വാർത്ത വന്നിട്ടുണ്ട്, പ്രതിഷേധം വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് DYFI കാണുന്നത്? സഖാവ് VS-നെ സ്നേഹിക്കുകയും മനസ്സിൽ ആരാധിക്കുകയും ചെയ്യുന്നവർ ഇടതുപക്ഷക്കാർ മാത്രമല്ല, അവരിത് കാണുന്നുണ്ട്, അവർ പുറക്കില്ല. ഭരണം ലഭിച്ചാൽ കോൺഗ്രസ് കാണിക്കുന്ന അങ്ങേയറ്റത്തെ അഹംഭാവമാണ്, അത് ജനാധിപത്യ വിരുദ്ധാണ്, ഒരിക്കലും ചെയ്യാൻ അസഹിഷ്ണുത. ഈ അസഹിഷ്ണുത കോൺഗ്രസിനെ അസഹിഷ്ണുത പിടിമുറുക്കിയിരിക്കുന്നു, അതാണ് അതിന്റെ കാര്യം. കോൺഗ്രസ് സ്ഥാപക ദിനാഘോഷം ആഘോഷിക്കുകയാണ്, സംസ്ഥാനത്ത് വ്യാപകമായ ഒരു പരിപാടികളുണ്ട്. അതിനു മുമ്പ് തന്നെ ഈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച വീടുകൾ സിദ്ദിഖ് അവിടുത്തെ നേതാവ് പറഞ്ഞത് ഈ മാസം തന്നെ പൂർത്തിയാക്കി ഭൂമി കണ്ടെത്തിയത്. സ്ഥാപക ദിനാഘോഷമൊക്കെ ആഘോഷിക്കുമ്പോൾ ഇതുവരെ പ്രഖ്യാപിച്ച 100 വീടുകളൊന്നും ആയില്ല. കോൺഗ്രസും പ്രഖ്യാപിച്ചിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് DYFIയുടെ ക്യാമ്പയിൻ എന്താണ്? നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് പോകുന്ന ഉയർത്തിക്കൊണ്ടുവന്ന വിഷയമാണ്. സനോജ് സംബന്ധിച്ച് വിശദീകരിക്കും. സനോജും വസീഫും കലണ്ടർ കൊടുത്തല്ലോ, കുറ്റം പറയാൻ പറ്റുമോ? അവിടെ ഗവൺമെന്റും DYFIയും ഒക്കെ ചേർന്ന് നാടാകെ ചേർന്ന് നിർമ്മിക്കുന്ന വീടുകളിൽ സ്ഥാപിക്കാൻ വേണ്ടി അവിടുത്തെ MP കലണ്ടർ കൊടുത്തയച്ചതാണല്ലോ ഇപ്പൊ നമ്മൾ കണ്ട കാഴ്ച. ഞങ്ങൾ ഏതായാലും അവരെ ആക്ഷേപിക്കാനോ അപമാനിക്കാനോ ഒന്നുമില്ല. ഇതൊക്കെ ജനം വിലയിരുത്തണം. എന്താണ് കോൺഗ്രസ്, അവരുടെ വാഗ്ദാനം എന്താണ്, അവരെന്താണ് നിർവഹിക്കുന്നത് എന്ന്. ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസിനോട് ഒരു അഭ്യർത്ഥന ഉള്ളത്, നിങ്ങൾ ഈ വയനാട്ടിലെ വീട് നിർമ്മിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ ഈ കർണാടക വേണ്ടി ഫണ്ട് വിരിക്കാമെന്ന അഭ്യർത്ഥന. അതാണ് ഞങ്ങൾക്ക് പേടിയുള്ളൂ. ഇപ്പൊ അതാണ് ഞങ്ങളോട് തന്നെ ഇന്നലെ പലരും പറഞ്ഞു, ഇതിപ്പോ ഞങ്ങൾക്ക് ആകെ പേടിയുള്ളത് കർണാടകയിൽ ഇത് കണ്ടിട്ട് യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും എല്ലാം ഇനി അതിന് പണം പിരിച്ച് ഇനി അതിന്റെ പേരിൽ കക്കുമോ എന്ന പേടിയാണ് അവർക്കുള്ളത് എന്നാണ് ചിലർക്ക് കൂടെ സ്വകാര്യമായി പറഞ്ഞത്. അപ്പോൾ ഒരിടത്ത് വീട് പൊളിക്കുന്നു, ഒരിടത്ത് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ പറ്റിക്കുന്നു. ദുർബലരായ മനുഷ്യർക്കെതിരാണ്. ദുർബലരുടെ കയ്യിൽ നിന്ന് കവർച്ച നടത്താൻ പോലും കോൺഗ്രസിന് മടിയില്ല, അതാണ് കാര്യം. ഈ കോൺഗ്രസും BJPയും അതായത് RSSും ഒരുപോലെയാണ് എന്നുള്ളത് ഇപ്പൊ കോൺഗ്രസിന്റെ പ്രവർത്തകർ കൂടി ബോധ്യപ്പെടുകയാണ് നമ്മുടെ നാട്ടിൽ. അതോടൊപ്പം തന്നെ ഏത് നിമിഷവും കോൺഗ്രസ്സുകാരന് BJP ആവാൻ മടിയില്ല എന്ന രീതിയിലേക്കും എത്തുകയാണ്. ഒരു ട്രയൽ റൺ ഇപ്പൊ ഇവിടെ നടന്നു. എവിടെ? തൃശ്ശൂരിലെ മറ്റത്തൂരിൽ 8 പേര് കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിച്ച എല്ലാ അംഗങ്ങളും നേരെ BJP ആയി മാറുക. ഇവിടെ ഈ കേരളത്തിലെ തൃശ്ശൂരിലെ മറ്റത്തൂരിലാണ് ഇത് സംഭവിച്ചത്. നോക്കൂ നിങ്ങൾ, എന്താ കോൺഗ്രസിന് പറയാനുള്ളത്? കേരളത്തിൽ നിന്ന് രാജ്യത്തെ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന KC വേണുഗോപാൽ ഉണ്ടല്ലോ, മറുപടി പറയണ്ടേ? എന്താ അവർക്ക് പറയാനുള്ളത്? എന്താ ഈ കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തിന് ഈ കോൺഗ്രസിന് കൊടുക്കാനുള്ള സന്ദേശം? ഞങ്ങൾ ഇവിടെയൊക്കെ പറയുന്നു, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണ്. നേരത്തെ BJP നേതാക്കന്മാർ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ, വാങ്ങിയെടുക്കാൻ പറ്റുന്ന ഒരു കമ്മോഡിറ്റി മാത്രമാണ് കേരളത്തിലെ കോൺഗ്രസ് എന്ന ധാരണയിലാണ് ഇന്ന് ഇവിടെ പ്രവർത്തിക്കുന്ന BJP. രാജ്യത്താണെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തോട് ഒരു എതിർപ്പുമില്ലാത്ത തരത്തിൽ ഇവർ പോകുന്ന കാഴ്ചയുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.